ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് ഒരു ചെറിയ കറക്കത്തിലാണ്. വൈകിട്ട് സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉമ്മി അമ്മയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോവാണ് ഗായ്സ്. അമ്മി വീണ് അമ്മയുടെ കാലൊടിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. കുഞ്ഞുങ്ങളൊക്കെ ഫ്രഷായി റെഡിയായി വന്നപ്പോഴേക്കും ലേറ്റായി. ഞങ്ങളൊരു 5:30 കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാറ് കയറി കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഹാപ്പി മൂഡാണ് കേട്ടോ. പാട്ട് വയ്ക്കലും ഡാൻസും ഒക്കെയാണ്. ഹനാനും അതുപോലെ തന്നെ ഇവരുടെ കൂടെ കൂടി നാനൂസിനും ഭയങ്കര ഇഷ്ടമാണ് കറങ്ങാൻ പോണത്. അവൾ ഒട്ടും എന്നെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അവരൊപ്പം തന്നെ ഡാൻസും കളിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. കുറേ ദിവസമായിട്ട് മൂവാറ്റുപുഴയ്ക്ക് പോകണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നതാണ്. പക്ഷേ സൺഡേ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കും. സൺഡേ ആകുമ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരും, മാരേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ പോക്ക് ക്യാൻസലാവലാണ്. അതുകൊണ്ട് പിന്നെ സൺഡേ നോക്കി ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ മക്കൾ വന്നപ്പോൾ തന്നെ പിടിയിൽ റെഡിയായി ഇറങ്ങിയതാണ്. ഇപ്പോൾ എന്താ ചെറിയ മഴയുടെ ലക്ഷണമുണ്ട്. ഇപ്പോൾ എന്നും ഈവനിങ് മഴയാണല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. നമ്മൾ മൂവാറ്റുപുഴ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങി. മൂവാറ്റുപുഴയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് പോയി. കാര്യമറ്റത്താണ് അവളുടെ വീട്. അങ്ങോട്ടേക്കാണെങ്കിൽ കുറച്ച് ഇരുട്ട് മൂടിയ ഒരു സ്ഥലമാണ്. പിന്നെയാണെങ്കിൽ മഴയും കൂടി ആയപ്പോൾ മഴയും ഇരുട്ടും റബ്ബർ തോട്ടവും ആകെ വഴിയൊക്കെ കൺഫ്യൂഷനായി ഞങ്ങൾക്ക്. ഒരുപാട് ഇടവഴികളുണ്ട്. പിന്നെ അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ കറക്റ്റ് അമ്മയുടെ വീട്ടിൽ എത്തിപ്പെട്ട് അത്തച്ഛൻ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഷാഫിയാണ് ഫുൾ മൊബൈലാണ്. വന്നിട്ട് പോലും മൊബൈൽ കണ്ണെടുത്തിട്ടില്ല. യൂട്യൂബിലേക്ക് ഇടുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവനൊന്ന് ഞെട്ടി. അതുവരെ അപ്പോഴേക്കും ഒരു ഓട്ടോ ഓടുന്നുണ്ട് കേട്ടോ. ഫോണ് മാറ്റി. ഇതാണ് ഞങ്ങളുടെ അമ്മ വാക്കറും പിടിച്ചാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കാണാൻ വേണ്ടി തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഴുമാരെന്തൊക്കെയോ പറയണ്ട കേട്ടോ. അല്ല, ചെറുതായിട്ട് വാക്കർ പിടിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവളിപ്പോൾ 1 മാസം കഴിഞ്ഞ് വീണിട്ട്. നാനൂസ് എല്ലാവരെയും കാണാൻ ഗ്യാപ്പായത് കാരണം തന്നെ ആരുടെ അടുത്തേക്കും പോകുന്നുണ്ടായില്ല. കരച്ചിലായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്നു. എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഒരു 9:30 ഒക്കെ ആയായിരുന്നു. അങ്ങനെ പോയ അതേ സ്പീഡിൽ തന്നെ റിട്ടേൺ വരുന്നു. കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വരെ വന്നെത്തണമല്ലോ. പിന്നെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ. അങ്ങനെ വേഗം വണ്ടിയിൽ കയറി എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് കയറി. നാനൂസ് അപ്പോഴേക്കും ഉറങ്ങി. അയ്യൂട്ടിയൊക്കെ ഡൗൺ ആവുമെന്നാണ് വിചാരിച്ച്. വണ്ടി കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെയും ഡാൻസിൻ്റെ മൂഡായി. ഞാൻ വിചാരിച്ചു എല്ലാവരും കിടന്ന് ഉറങ്ങി വീടെത്തും പിന്നെ എടുത്താൽ മതി എന്നുള്ള മൈൻഡിലായിരുന്നു. പക്ഷേ എല്ലാവരും വീണ്ടും ഡാൻസിൻ്റെ മൂഡായി. അപ്പനെ കൊണ്ട് പാട്ട് വെപ്പിക്കലും പുതിയ പുതിയ സ്റ്റെപ്പൊക്കെ ഇട്ട് ഭയങ്കര തകർക്കലായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 കൂടി അടിച്ച് പൊളിച്ച് ഡാൻസ് നിൽക്കുന്ന വീടെത്തിയിട്ടും അവർക്ക് ഡാൻസ് നിർത്താറായിട്ടുണ്ടായില്ല. ഉറക്കവും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഈ നൈറ്റ് റൈഡ്. അതൊരു പ്രത്യേക ഒരു വൈബുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് നൈറ്റ് റൈഡിന് പോകല്. അപ്പം മൊത്തത്തിൽ അവരെ എൻജോയ് ചെയ്തു.